ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്ന അദ്ദേഹത്തിൻ്റെ ആ പബ്ലിക് സ്പീച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചെറിയ ഇൻട്രൊഡക്ഷൻ വെച്ച് നമുക്ക് തുടങ്ങാം. I Have a Dream is a public speech that was delivered by American civil rights activist and Baptist minister Martin Luther King during the March on Washington for Jobs and Freedom on August 28, 1963. അപ്പം അമേരിക്കൻ പൗരാവകാശക പ്രവർത്തകനും അതുപോലെ ബാപ്റ്റിസ്റ്റ് മിനിസ്റ്ററുമായ മാർട്ടിൻ ലൂതർ കിങ് തൊഴിലിനും അതുപോലെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാഷിങ്ടണിലേക്ക് നടത്തിയ ആ വമ്പിച്ച ജനമുന്നേറ്റത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഐ ഹാവ് എ ഡ്രീം എന്നുള്ള പബ്ലിക് സ്പീച്ച് ആ പ്രസംഗം നിർവഹിച്ചത്. അതുപോലെ അത് എപ്പോഴാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ August 28, 1963 ആ പബ്ലിക് സ്പീച്ച് നടന്നത്. ഇൻ ദ സ്പീച്ച് കിങ് കോൾഡ് ഫോർ സിവിൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ആൻഡ് ആൻ എൻഡ് ടു റേസിസം ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ആ പബ്ലിക് സ്പീച്ചിൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സിവിൽ അതുപോലെ സാമ്പത്തിക അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ വർഗീയത അവസാനിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഡെലിവേർഡ് ടു ഓവർ 250,000 civil rights supporters from the steps of the Lincoln Memorial in Washington DC. അപ്പം ഇത് അവിടെ എത്ര പേരെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരാണ് അവിടെ വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 250,000 സിവിൽ റൈറ്റ്സ് സപ്പോർട്ടേഴ്സാണ് വാഷിങ്ടണിൽ അവിടെ വന്നത്. The speech was one of the most famous moment of the civil rights movement. അപ്പം പ്രശസ്തമായ നിമിഷമായിരുന്നു എന്നും അതുപോലെ ആൻഡ് എമംഗ് ദ മോസ്റ്റ് ഐക്കോണിക് സ്പീച്ചസ് ഇൻ അമേരിക്കൻ ഹിസ്റ്ററി. അതുപോലെ അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പ്രതീകാത്മകമായ പ്രസംഗമായിരുന്നു അദ്ദേഹം ഐ ഹാവ് എ ഡ്രീം എന്ന് ആ പബ്ലിക് സ്പീച്ചിലൂടെ പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് കടക്കാം. നമുക്ക് തുടങ്ങാം. I am happy to join with you today in what will go down in history as a greatest demonstration for freedom in the history of our nation. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ മാർട്ടിൻ ലൂതർ കിങ് പറയുവാണ്, ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഡിയമാണ്. അതായത് ദാറ്റ് മീൻസ് someone or something important will be remembered in the future due to their actions or events. അതായത് ഭാവിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിക്കപ്പെടും. അതായത് സ്വാതന്ത്ര്യത്തിനായുള്ള ഏറ്റവും വലിയ പ്രകടനമായി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ ഈ ഒത്തുചേരൽ അറിയപ്പെടും എന്നാണ് അദ്ദേഹം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്. 50 years ago, a great American in whose symbolic shadow we stand today signed Emancipation Proclamation. അപ്പം ഈ സ്കോർ എന്ന് പറയുമ്പം ഒരു പീരീഡ് ഓഫ് 20 years ആണ്. അപ്പോൾ ഇവിടെ 50 years ago എന്ന് പറയുമ്പം 100 വർഷങ്ങൾ, അതായത് 100 years ago. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് ഗ്രേറ്റ് അമേരിക്കൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാം ലിങ്കണിനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഗെറ്റ്സ്ബറി അഡ്രസ്സിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. അതായത് അദ്ദേഹം ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ സൈൻ ചെയ്ത്, അത് എപ്പോഴാണ് സൈൻ ചെയ്തതെന്ന് വെച്ചാൽ January 1, 1863 ഇത് സൈൻ ചെയ്തത്. അത് എന്തിനു വേണ്ടി സൈൻ ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്ന ലീഗൽ സ്ലേവറി എൻഡ് ചെയ്ത്, അതായത് ഓൾ സ്ലേവ്സ് ആർ ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത ഒരു കാര്യമാണ് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. This momentous decree came as a great beacon light of hope to millions of Negro slaves who had been seared in the flames of withering injustice. അപ്പോൾ ഈ മൊമെൻറ്റസ് ഡിഗ്രി എന്ന് പറയുന്ന ഈ ഇമ്പോർട്ടൻറ്റ് ലീഗൽ പ്രൊക്ലമേഷൻ, അതായത് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ മില്യൺസ് ഓഫ് നീഗ്രോ സ്ലേവ്സിന്, അന്നത്തെ അടിമത്തത്തിൽ കഴിഞ്ഞ നീഗ്രോ സ്ലേവ്സിന് ഒരു ഹോപ്പായിരുന്നു, ഒരു പ്രത്യാശയായിരുന്നു. അതാണ് ബീക്കൻ ലൈറ്റ് ഓഫ് ഹോപ്പ്. അതായത് അവർ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് ഇൻ ദ ഫ്ലെയിംസ് ഓഫ് വിതറിങ് ഇൻജസ്റ്റിസ്. അതായത് അവർ ബ്ലാക്ക് അമേരിക്കൻസിന് റേസിസത്തിൻ്റെ പേരിൽ ഭയങ്കര കഷ്ടതകൾ അനുഭവിച്ച് കഴിഞ്ഞിരുന്ന അവർക്ക് ഈ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ഒരു ഭയങ്കര പ്രത്യാശ കൊടുത്തു. ഇറ്റ് കെയിം ആസ് എ ജോയസ് ഡേ ബ്രേക്ക് ടു എൻഡ് ദ ലോങ് നൈറ്റ് ഓഫ് ദ ക്യാപ്റ്റിവിറ്റി. അതായത് അവരുടെ അടിമത്തത്തിൻ്റെ നീണ്ട രാത്രി അവസാനിപ്പിക്കാൻ സന്തോഷകരമായ ഒരു പ്രഭാതമായി ആ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ സൈൻ ചെയ്തത് സഹായിച്ചു എന്നാണ് പറയുന്നത്. ബട്ട് 100 years later the Negro still is not free. പക്ഷേ ഇപ്പം അതായത് 1963 നോക്കുമ്പോഴും ഈ നീഗ്രോസ് അവർ ഇപ്പോഴും ഫ്രീ അല്ല. 100 years later the life of the Negro is still sadly crippled എന്ന് വെച്ചാൽ severely affected അല്ലെങ്കിൽ damaged by the manacles of segregation and chains of discrimination.
അതായത് 100 വർഷം കഴിഞ്ഞിട്ടും നീഗ്രോ സ്വതന്ത്രനായിട്ടില്ല. അതായത് വേർതിരിവിൻ്റെയും വിവേചനത്തിൻ്റെയും ചങ്ങലകളാൽ നീഗ്രോയുടെ ജീവിതം ഇപ്പോഴും ദുഃഖകരമായി തന്നെ തുടരുന്നു. അത് ഇപ്പോഴും ആ റേസിസവും സെഗ്രിഗേഷനും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. 100 years later, the Negroes lives on a lonely island of poverty in the midst of a vast ocean of material prosperity. അതായത് 100 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? ദാരിദ്ര്യത്തിൻ്റെ ഒരു ഏകാന്ത ദ്വീപ് എന്ന് വെച്ചാൽ അവർ ഐലൻഡിൽ നിന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അമേരിക്ക പോലുള്ള ഒരു വെൽത്തി കൺട്രിയിൽ അവർ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 100 years later, the Negro is still languished in the unpleasant situation, languished in the corners of American society and find himself at എക്സൈൽ ഇൻ ഹിസ് ഓൺ ലാൻഡ്. എക്സൈൽ എന്ന് വെച്ചാൽ ബാനിഷ്ഡ്. ഇപ്പോഴും അവർ ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷനിൽ തന്നെയാണ് കഴിയുന്നത് അമേരിക്കൻ സൊസൈറ്റിയിൽ. അതായത് വെൽത്തി ആയിട്ടുള്ള അമേരിക്കൻ സൊസൈറ്റിയിൽ അവരൊരു അൺപ്ലസൻറ്റ് സിറ്റുവേഷനിൽ കഴിയുന്നു. അതുപോലെ അവരുടെ തന്നെ രാജ്യത്ത്, അതായത് അവരുടെ തന്നെ ആ ലാൻഡിൽ അവരെ ബാനിഷ്ഡായിട്ട് കരുതിയിരിക്കുകയാണ്. അതായത് സെഗ്രിഗേഷനും റേസിസവും എല്ലാം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട്. ആൻഡ് സോ വി ഹാവ് കം ഹിയർ ടുഡേ ടു ഡ്രാമറ്റൈസ് എ ഷെയിംഫുൾ കണ്ടീഷൻ. ഇവിടെ ഈ ഷെയിംഫുൾ കണ്ടീഷൻ എന്ന് റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെഗ്രിഗേഷൻ, അവിടെ നിലനിർത്തുന്നത് ആ സെഗ്രിഗേഷൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിലനിന്ന സെഗ്രിഗേഷനാണ് ഷെയിംഫുൾ കണ്ടീഷൻ എന്ന് റെഫർ ചെയ്യുന്നത്. ഇൻ എ സെൻസ് വി ഹാവ് കം ടു അവർ നേഷൻസ് ക്യാപിറ്റൽ ടു ക്യാഷ് എ ചെക്ക്. അപ്പം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ടു ക്യാഷ് എ ചെക്ക്. അതായത് നമുക്കറിയാം ഒരു ചെക്ക് പണമാക്കാൻ എന്നതാണ് ആ ക്യാഷ് എ ചെക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ ക്യാഷ് എ ചെക്ക് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ റീഡ് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. When the architects of a republic wrote the magnificent words of the Constitution and the Declaration of Independence, they were signing a promissory note to which every American was to fall ഹെയർ. അതായത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ശില്പികളും ഭരണഘടനയുടെ മഹത്തായ വാക്കുകളും അതുപോലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതിയപ്പോൾ ഓരോ അമേരിക്കക്കാരനും അവകാശിയാകേണ്ട ഒരു പ്രൊമിസറി നോട്ട് അവർ ഒപ്പിടുകയായിരുന്നു. ഈ പ്രൊമിസറി നോട്ട് എന്ന് വെച്ചാൽ വാഗ്ദാന പത്രം. ഇവിടെയുള്ള പ്രൊമിസറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമിസറി നോട്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദ പ്രൊമിസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. എല്ലാവർക്കും സമത്വവും ജസ്റ്റിസും ഒരേപോലെ കിട്ടുന്ന, അതാണ് ഇവിടുത്തെ പ്രൊമിസറി നോട്ട്. അത് എല്ലാവർക്കും കിട്ടുമെന്ന് അവർ ഒപ്പിടുകയായിരുന്നു. The note was a promise that all men, yes, black men as well as white men, would be guaranteed the unalienable rights of life, liberty and the pursuit of happiness. അതായത് ആ നോട്ട്, അതായത് ആ പ്രൊമിസറി നോട്ട് അവരെന്താ ഒപ്പിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും, അതായത് ബ്ലാക്ക് ആയിട്ടുള്ളവരായാലും കൊള്ളാം, വൈറ്റ് മെൻ ആയാലും കൊള്ളാം, എല്ലാവർക്കും അതായത് അൺഎലിയബിൾ റൈറ്റ്സ്, അതായത് അന്യാധീനമായ അവരുടെ സ്വാതന്ത്ര്യം, സന്തോഷം എന്നിവയുടെ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നതായിരുന്നു ആ പ്രൊമിസറി നോട്ട്. It is obvious today that America has defaulted on this promissory note in so far as her citizens of color are concerned. പക്ഷേ ഇപ്പം അവർ ആ പ്രൊമിസറി നോട്ട് ഫുൾഫിൽ ആയില്ല. അവർ അമേരിക്കക്കാർ അത് ഫുൾഫിൽമെൻറ്റ് ആക്കിയില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ എന്താ ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ നേഷൻസ് ഫെയിലിയർ ടു ഫുൾഫിൽ ദീസ് പ്രൊമിസസ് ഫോർ സിറ്റിസൺ. അവർ പറഞ്ഞ പ്രൊമിസറി നോട്ടിൽ, അതായത് ഇക്വാലിറ്റിയും ജസ്റ്റിസും നമ്മുടെ നീഗ്രോസിന്, ബ്ലാക്ക് അമേരിക്കൻസിന് കിട്ടിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓണറിങ് ദിസ് സേക്രഡ് ഒബ്ലിഗേഷൻ അമേരിക്ക ഹാസ് ഗിവൺ ദ നീഗ്രോ പീപ്പിൾ എ bad check, a check which has come back marked insufficient funds. അപ്പം ഈ സേക്രഡ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കമ്മിറ്റ്മെൻറ്റിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കരുതുന്നത്, അതായത് ഈ പ്രൊമിസറി നോട്ട്. അപ്പം അമേരിക്ക എന്താ നീഗ്രോ പീപ്പിളിന് കൊടുത്തത്? ഒരു ബാഡ് ചെക്ക്, അതായത് ബാങ്ക് ഓഫ് ജസ്റ്റിസ്. അതായത് ബാഡ് ചെക്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ, ബാങ്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ബാങ്ക്, പണത്തിൻ്റെ ബാങ്ക് എന്ന് വിചാരിക്കരുത്, ജസ്റ്റിസിൻ്റെ ബാങ്ക് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. സോ അമേരിക്ക ഹാസ് ഗിവൺ ദ നീഗ്രോ പീപ്പിൾ എ ബാഡ് ചെക്ക്, അതായത് ബാങ്ക് ഓഫ് ജസ്റ്റിസ്, എ ചെക്ക് വിച്ച് ഹാസ് കം ബാക്ക് മാർക്ക്ഡ് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ്. അതായത് ആ പവിത്രമായ സേക്രഡ് ഒബ്ലിഗേഷൻ അവർക്കുണ്ടായിരുന്നു. എന്താണ്? എല്ലാവർക്കും ഒരേപോലെ ജസ്റ്റിസും ഇക്വാലിറ്റിയും കിട്ടുന്നു. പക്ഷേ അത് മാനിക്കുന്നതിന് പകരം അമേരിക്ക നീഗ്രോ ജനതയ്ക്ക് ഒരു മോശമായ ചെക്ക് നൽകി നടന്നു. അതായത് പണം അപര്യാപ്തമാണ് എന്ന് അടയാളപ്പെടുത്തി ഒരു ചെക്ക് തിരികെ വന്നു എന്നാണ് ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത്. ബട്ട് വി റെഫ്യൂസ് ടു ബിലീവ് ദാറ്റ് ദ ബാങ്ക് ഓഫ് ജസ്റ്റിസ് ബാങ്ക്രപ്റ്റ്. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ബാങ്ക് പാപ്പരാണെന്ന്. വി റെഫ്യൂസ് ടു ബിലീവ് ദാറ്റ്
there are insufficient funds in the great walls of opportunity of this nation. അപ്പം ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് പറയുവാണ്, എന്നാൽ നീതിയുടെ ബാങ്ക് പാപ്പരാണെന്ന്, അത് ബാങ്ക് ഓഫ് ജസ്റ്റിസ് പാപ്പരാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ വിസമ്മതിക്കുന്നു. അത് ഈ രാജ്യത്തിൻ്റെ അവസരങ്ങളുടെ വലിയ നിലവറയിൽ ആവശ്യത്തിന് ഫണ്ടില്ല എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ വിസമ്മതിക്കുന്നു. ആൻഡ് സോ വി ഹാവ് കം ടു ക്യാഷ് ദിസ് ചെക്ക് ദാറ്റ് വിൽ ഗിവ് അസ് upon demand the riches of freedom and security of justice. അപ്പം അതിനാൽ ഈ ചെക്ക് പണമാക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും നീതിയുടെ സുരക്ഷിതത്വം ലഭിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ ക്യാഷ് ദിസ് ചെക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We have also come to this hallowed spot to remind America of the fierce urgency of now. അതുപോലെ ഈ ഹാലോഡ് സ്പോട്ട് എന്ന് പറയുന്നത് എന്തോ, അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ നിൽക്കുന്ന പ്ലേസിനെ എംഫസൈസ് ചെയ്യുകയാണ്. അതൊരു ഹോളി ലൊക്കേഷനാണ്, അതായത് ഒരു അർത്ഥമുള്ള ഒരു പ്ലേസാണ്. കാരണം ഇത്രയും ആളുകൾ 2,50,000 ആളുകൾ അഭിസംബോധന ചെയ്യുന്ന അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആ പ്ലേസിനെ ഒരു ഹോളി ലൊക്കേഷനായിട്ട് കരുതുന്നു. അത് ഒരു അർത്ഥമുള്ള ആയിട്ട് കരുതുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അത്രയും ആളുകളിൽ ഇമ്പാക്റ്റ് കൊടുക്കും എന്ന് അദ്ദേഹം ബിലീവ് ചെയ്യുന്നു, അതായത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഹാലോഡ് സ്പോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വി ഹാവ് ഓൾസോ കം ടു ദിസ് ഹാലോഡ് സ്പോട്ട് ടു റിമൈൻഡ് അമേരിക്ക ഓഫ് ദ ഫിയേഴ്സ് അർജൻസി ഓഫ് നൗ. ഫിയേഴ്സ് അർജൻസി ഓഫ് നൗ മീൻസ് ഗെറ്റ് ടു ഇറ്റ് നൗ. അതായത് ഇപ്പോൾ അവർക്കത് വേണം, ജസ്റ്റിസ് വേണം, റേഷ്യൽ ഡിസ്ക്രിമിനേഷനിൽ കഴിയുന്ന അവർക്ക് ഫ്രീഡം വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Is no time to engage in the luxury of cooling off or take the tranquilizing drug of gradualism. അപ്പം അദ്ദേഹം പറയുവാണ്, അതായത് ഈ ലക്ഷറി ഓഫ് കൂളിംഗ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വംശീയ വിവേചനമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ഇളവ് അല്ലെങ്കിൽ ഈ കാത്തിരിപ്പ്, അങ്ങനെ അവർക്ക് കാത്തിരിക്കാൻ നേരമില്ല. അതായത് ദേ ഹാവ് വെയിറ്റഡ് എ ലോങ് ടൈം, അവർ കുറേ നാൾ കാത്തിരുന്നു, അവർക്ക് ആ ഫ്രീഡം വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ട്രാങ്ക്ലൈസിങ് ഡ്രഗ് ഓഫ് ഗ്രാജുവലിസം എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് സാമൂഹിക തെറ്റുകൾ തിരുത്തുന്നതിന് സ്ലോ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെഡേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ടൈം ടു ആക്ട് എന്നാണ്. നൗ ഈസ് എ ടൈം ടു മേക്ക് ദ റിയൽ പ്രോമിസസ് ഓഫ് ഡെമോക്രസി. അതായത് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ വാഗ്ദാനങ്ങൾ നൽകാനുള്ള സമയമാണിത് എന്നും, അതുപോലെ നൗ ഈസ് എ ടൈം ടു റൈസ് ഫ്രം ദ ഡാർക്ക് ആൻഡ് ഡെസലേറ്റ് വാലി ഓഫ് സെഗ്രിഗേഷൻ ടു ദ സൺലിറ്റ് പാത്ത് ഓഫ് റേഷ്യൽ ജസ്റ്റിസ്. അതായത് ഇപ്പോൾ ഉള്ള അവരുടെ കണ്ടീഷൻ എന്നാ ഡാർക്ക്, അതായത് ഡാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മോശപ്പെട്ട ആ ഒരു സെഗ്രിഗേഷനിൽ അവർ കഴിയുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്നും സൺലിറ്റ് എന്ന് വെച്ചാൽ അവിടെ പ്രത്യാശയുണ്ട്, ഹോപ്പ്, അങ്ങനെയുള്ളൊരു റേഷ്യൽ ജസ്റ്റിസ് കിട്ടുമെന്നുള്ള ആ ഒരു തലത്തിലേക്ക് അവർ പോകേണ്ട സമയമായി, റൈസ് ആകേണ്ട സമയമായി എന്നാണ് പറയുന്നത്. നൗ ഈസ് എ ടൈം ടു ലിഫ്റ്റ് അവർ നേഷൻ ഫ്രം ദ ക്വിക്ക് സാൻഡ്സ് ഓഫ് റേഷ്യൽ ഇൻജസ്റ്റിസ് ടു ദ സോളിഡ് റോക്ക് ഓഫ് ബ്രദർഹുഡ്. ഈ ക്വിക്ക് സാൻഡ് എന്ന് ഉദ്ദേശിച്ചില്ലേ, അത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം, ഡീപ്പായിട്ടുള്ള നല്ല ആഴമായിട്ടുള്ള വെറ്റ് സാൻഡ്, അതായത് നനഞ്ഞു കിടക്കുന്ന മണ്ണ്, അത് അങ്ങനെ നല്ല ഡീപ്പായിട്ട് നല്ല നനഞ്ഞു കിടക്കുന്നൊരു സാൻഡാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ നടക്കുവാന്ന് വെച്ചോ, അപ്പം നമ്മളെ സക്ക് ചെയ്യും, താഴോട്ട് വലിക്കും. അപ്പം അതാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. റേഷ്യൽ ഇൻജസ്റ്റിസിനെ ഒരു ക്വിക്ക് സാൻഡുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അപ്പം ഇപ്പം സമയമായി, നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്. അപ്പം ഇറ്റ്സ് എ ടൈം ടു ലിഫ്റ്റ് അവർ നേഷൻ ഫ്രം ദ ക്വിക്ക് സാൻഡ്സ് ഓഫ് റേഷ്യൽ ഇൻജസ്റ്റിസ് ടു ദ സോളിഡ് റോക്ക് ഓഫ് ബ്രദർഹുഡ്. ഈ സോളിഡ് റോക്ക് ഓഫ് ബ്രദർഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അമേരിക്കൻസിനെ, അതായത് സിൻസ് ഓൾ മെൻ ആൻഡ് വുമൺ ആർ ഗോഡ്സ് ചിൽഡ്രൻ, അതുകൊണ്ട് എല്ലാവരെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അപ്പം ആ ക്വിക്ക് സാൻഡിൽ നിന്നും നമ്മൾ എങ്ങോട്ടേക്ക് പോകണം? സോളിഡ് റോക്ക്, അതായത് ആ സോഷ്യൽ ഇൻജസ്റ്റിസിനെല്ലാം തകർത്ത് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് അവർക്ക് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Now it is a time to make justice a reality for all God's children. This sweltering summer of the Negro's legitimate discontent will not pass until there is an invigorating autumn of freedom and equality. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വെൽറ്ററിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രീംലി ഹീറ്റ്, അത് ലെജിറ്റിമേറ്റ് ഡിസ്കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പം ഈ സ്വെൽറ്ററിങ് സമ്മറിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒപ്രസീവ് നേച്ചർ ഓഫ് റേസിസത്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഈ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ആങ്കറും ഫ്രസ്ട്രേഷനും, എന്തുകൊണ്ട് അവർ അനുഭവിച്ച ഇൻജസ്റ്റിസും ഡിസ്ക്രിമിനേഷനും അവർ ഫേസ് ചെയ്തതിനാലുള്ള ആ ആങ്കറും ഫ്രസ്ട്രേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പാസ്സാവത്തില്ല, അത് കടന്നു പോകത്തില്ല. എന്ത് കിട്ടുന്നത് വരെ അവർക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഊർജ്ജസ്വലമായ ഒരു ശരത്കാലം വരുന്നത് വരെ, അതായത് അവർക്ക് ഫ്രീഡവും ഇക്വാലിറ്റിയും കിട്ടുന്നത് വരെ. 1963 is not an end,
but a beginning. And those who hope that the Negro needed to blow off steam and will now be content will have a rude awakening if the nation returned to business as usual. അപ്പോൾ ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ആരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഷിങ്ടണിലേക്ക് മാർച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് അമേരിക്കൻസിന് താൽക്കാലിക നിരാശാമോചനം, അതായത് ടെമ്പററി റിലീസ് ഫ്രസ്ട്രേഷൻ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് കുറച്ച് പേര്. അവരെയാണ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുകയാണ് ആ ആളുകൾ നിരാശരാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് യഥാർത്ഥ പൗരാവകാശങ്ങൾക്കായുള്ള ഈ പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും അതുപോലെ വൈകാരിക പൊട്ടിത്തെറിയുടെ ഒരു നിമിഷമായി അതിനെ തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം പറയുന്നത്. And there will be neither rest nor tranquility in America until the Negro is granted his citizenship rights. അതായത് നേഷനിൽ സമാധാനം ഉണ്ടാകില്ല നീഗ്രോസിന് അവരുടെ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ഗ്രാൻഡ് ചെയ്യുന്നത് വരെ. The whirlwinds of revolt will continue to shake the foundation of our nation until the bright day of justice emerges. But there is something that I must say to my people who stand on the warm threshold which leads into the palace of justice. അപ്പം മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹം പറയുവാണ്, പക്ഷേ എൻ്റെ മുമ്പിൽ അണിചേർന്നിരിക്കുന്ന ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് ഹൂ സ്റ്റാൻഡ് ഓൺ ദ വാം ത്രഷോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരാ നിൽക്കുന്ന ലൊക്കേഷനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഹു സ്റ്റാൻഡ് ഓൺ ദ വാം ത്രഷോൾഡ് വിച്ച് ലീഡ്സ് ഇൻ ടു ദ പാലസ് ഓഫ് ജസ്റ്റിസ്. ആ നിൽക്കുന്നിടത്ത് നിന്ന് അവരെ എങ്ങോട്ടേക്കാണ് പോകാനിരിക്കുന്നത്? അവർ പാലസ് ഓഫ് ജസ്റ്റിസിലോട്ട് പോകാനിരിക്കുക. പാലസ് ഓഫ് ജസ്റ്റിസിലോട്ട് പോയാൽ അവർക്ക് എന്തെല്ലാം കിട്ടും? ഇക്വാലിറ്റി അവിടെ കാണും, അതിൽ റേഷ്യൽ ഇൻജസ്റ്റിസ് അവിടെ കാണില്ല. അപ്പം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇനി പറയുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് ഗെയിനിങ് അവർ റൈറ്റ്ഫുൾ പ്ലേസ്, അതായത് എ പാലസ് ഓഫ് ജസ്റ്റിസ്, വി മസ്റ്റ് നോട്ട് ബി ഗിൽറ്റി ഓഫ് റോങ്ഫുൾ ഡീഡ്സ്. അതായത് ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ റൈറ്റ്ഫുൾ പ്ലേസിലോട്ട് ആ പാലസ് ഓഫ് ജസ്റ്റിസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട്, അതായത് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റോങ്ഫുൾ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല, പ്രവൃത്തികളും ചെയ്യാൻ പാടില്ല. Let us not seek to satisfy our thirst for freedom from the cup of bitterness and hatred. അതായത് ഒരു വയലൻസിലോട്ട് പോകരുത് എന്ന് അദ്ദേഹം പിന്നെയും അടുത്ത സെൻറ്റൻസിൽ പറയുകയാണ്. വി മസ്റ്റ് ഫോർ എവർ കണ്ടക്ട് അവർ സ്ട്രഗിൾ ഇൻ ദ ഹൈ പ്ലെയിൻ ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ഡിസിപ്ലിൻ. വി മസ്റ്റ് നോട്ട് അലോ അവർ ക്രിയേറ്റീവ് പ്രൊട്ടസ്റ്റ് ടു ഡീജനറേറ്റ് ഇൻ ടു ഫിസിക്കൽ വയലൻസ്. എന്ന് പറയുന്നത് ഡിഗ്നിറ്റിയും ഡിസിപ്ലിനോടെയും ഉള്ളതായിരിക്കണം. അല്ലാതെ ഇപ്പോൾ വയലൻസ് എന്നത് ഒരു കോമൺ അല്ലെങ്കിൽ ഒരു അത് താഴെ ഒരു രീതിയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അതായത് അദ്ദേഹം വിശ്വസിക്കുന്നത് വയലൻസ് ഒരിക്കലും പെർമനൻറ്റ് പീസ് തരില്ല നമുക്ക്. അതായത് പീപ്പിൾ ഷുഡ് നോട്ട് യൂസ് വയലൻസ് ടു പ്രൊട്ടസ്റ്റ് ഇൻജസ്റ്റിസ്. ദേ ഷുഡ് യൂസ്, എന്താണ് അവർ യൂസ് ചെയ്യേണ്ടത്? ക്രിയേറ്റീവ് അല്ലെങ്കിൽ നോൺ വയലൻറ്റ് മെത്തേഡ്സ് ആണ് ഈ ഇൻജസ്റ്റിസിന് എതിരായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് ക്രിയേറ്റീവ് പ്രൊട്ടസ്റ്റ് ആണ്. അപ്പം അത് എങ്ങനെയുള്ള പ്രൊട്ടസ്റ്റ് ആയിരിക്കും? അത് കണക്റ്റഡ് ടു ഹാർട്ട് ആൻഡ് സോൾ റാദർ ദാൻ ബോഡി. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എഗൻ ആൻഡ് എഗൻ വി മസ്റ്റ് റൈസ് ടു ദ മജസ്റ്റിക് ഹൈറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഫിസിക്കൽ ഫോഴ്സ് വിത്ത് സോൾ ഫോഴ്സ്. അതായത് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റാണ്. The marvelous new militancy which has engulfed the Negro community must not lead us to a distrust of all white people. അപ്പം ഈ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൽ ഈ ന്യൂ എനർജിയും എക്സൈറ്റ്മെൻറ്റും ഒരിക്കലും ജനറൽ ഡിസ്ട്രസ്റ്റ്, വൈറ്റ് പീപ്പിളിനോടുള്ള ഒരു ജനറൽ ഡിസ്ട്രസ്റ്റിലോട്ട് നയിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് പീപ്പിൾസ് നീഗ്രോസിന് അവർക്ക് ഈക്വൽ റൈറ്റ്സ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ വൈറ്റ് പീപ്പിളും അവർക്ക് എതിരല്ല എന്നാണ് ഇവിടെ പറയുന്നത്. The marvelous new militancy which has engulfed the Negro community must not lead us to a distrust of all white people. For എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ for many of our white brothers as evidenced by their presence here today have come to realize that their destiny is tied up with our destiny. അതായത് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന ബ്ലാക്ക് അമേരിക്കൻസിനെ പോലെ തന്നെ അവരും അവരുടെ വിധി നമ്മുടെ വിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് കം ടു റിയലൈസ് ദാറ്റ് ദെയർ ഫ്രീഡം ഈസ് ഇൻഎക്സ്ട്രിക്കബിളി ബോണ്ട്. ഇൻഎക്സ്ട്രിക്കബിളി മീൻസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ്, അത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം ബൗണ്ട് ടു അവർ ഫ്രീഡം, അവരുടെ സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
വി കനോട്ട് വർക്ക് എലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് നടക്കാനൊക്കത്തില്ല. അതായത് പീപ്പിൾ നീഡ് ടു വർക്ക് ടുഗെദർ ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ആസ് വി വർക്ക് വി മസ്റ്റ് മേക്ക് ദ പ്ലെജ് ദാറ്റ് വി ഷാൽ ഓൾവേസ് മാർച്ച് എഹെഡ്. അതുപോലെ നമ്മൾ എന്താ പ്രതിജ്ഞ എടുക്കേണ്ടത്? നമ്മൾ നമ്മുടെ എയിമിലോട്ട് എത്തിച്ചേരുന്നവരെ വി വിൽ കണ്ടിന്യൂ ടു വർക്ക്. അതാണ് ഓൾവേസ് മാർച്ച് എഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി കനോട്ട് ടേൺ ബാക്ക്. അതായത് ഒരു റേഷ്യൽ ഇക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫൈറ്റിൽ നിന്നും ഗിവ് അപ്പ് ആകാൻ പാടില്ല. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഫൈറ്റ് ചെയ്യണം. അപ്പം ഈ റൈറ്റ്സ് ഒക്കെ ഗെയിൻ ചെയ്യുന്ന ഈ മൂവ്മെൻറ്റിനെ ഒരു ജേർണി ആയിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് മാർട്ടിൻ ലൂതർ കിങ്. ദർ ആർ തോസ് ഹു ആർ ആസ്കിങ് ദ ഡിവോട്ടീസ് ഓഫ് സിവിൽ റൈറ്റ്സ് വെൻ വിൽ യു ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ സിവിൽ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ചോദിക്കാറുണ്ട് മറ്റു ചിലർ, നീ എപ്പോഴാണ് തൃപ്തനാവുക? അപ്പോൾ അതിൻ്റെ ആൻസറാണ് മാർട്ടിൻ ലൂതർ കിങ് അടുത്ത വരികളിൽ പറയുന്നത്. വി ക്യാൻ നെവർ ബി സാറ്റിസ്ഫൈഡ് ആസ് ലോങ് ആസ് അവർ ബോഡീസ് ഹെവി വിത്ത് ഫാറ്റിക് ഓഫ് ട്രാവൽ കനോട്ട് ഗെയിൻ ലോഡ്ജിങ് ഇൻ ദ മോട്ടൽസ് ഓഫ് ദ ഹൈവേസ് ആൻഡ് ദ ഹോട്ടൽസ് ഓഫ് ദ സിറ്റീസ്. അപ്പോൾ അവർ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്ക് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒന്നും അവരുടെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അവരുടെ ബ്ലാക്ക് അമേരിക്കൻസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സിലും ഒന്നും അവർക്ക് അകത്ത് കടക്കാനുള്ള പ്രവേശനം ഇല്ലായിരുന്നു. അപ്പോൾ അവർ നേരിട്ട റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ അവരെപ്പോൾ സാറ്റിസ്ഫൈ ആകും? ഇതെല്ലാം മാറി, ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എല്ലാം മാറി അവർ ഫ്രീ ആകുമ്പോൾ അവർ സാറ്റിസ്ഫാക്ഷൻ ആകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും അടുത്ത ലൈനിൽ പറയുന്നുണ്ട്, വി കനോട്ട് ബി സാറ്റിസ്ഫൈഡ് ആസ് ലോങ് ആസ് ദി നീഗ്രോസ് ബേസിക് മൊബിലിറ്റി ഈസ് ഫ്രം എ സ്മോളർ ഗെറ്റോ ടു എ ലാർജർ വൺ. അപ്പോൾ ഈ മൊബിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു മൂവ് ഓർ വാക്ക് അറൗണ്ട് ഫ്രീലി. അവർക്ക് ഒരു പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഈ ഗെറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് സിറ്റിയിൽ, അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റേസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള റിലീജൻ അല്ലെങ്കിൽ നാഷണാലിറ്റി സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തിനാണ്, ആ പാർട്ട് ഓഫ് സിറ്റിയാണ് പറയുന്നത് ഗെറ്റോ എന്ന്. അപ്പോൾ അവിടുന്ന് അവർ വൈഡായിട്ട്, അതായത് അവിടുന്ന് അവർക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കുന്നത് എപ്പോഴാണോ അപ്പം അവർ ഫ്രീ ആകും, അപ്പം അവർ സാറ്റിസ്ഫൈ ആകും എന്നാണ് പറയുന്നത്. വി ക്യാൻ നെവർ ബി സാറ്റിസ്ഫൈഡ് ആസ് ലോങ് ആസ് അവർ ചിൽഡ്രൻ ആർ സ്ട്രിപ്ഡ് മീൻസ് ടു റിമൂവ് ഓഫ് ദ സെൽഫ്ഹുഡ് മീൻസ് ഇൻഡിവിജ്വാലിറ്റി, റോബ്ഡ് ഓഫ് ദ ഡിഗ്നിറ്റി ബൈ സൈൻ സ്റ്റേറ്റിംഗ് ഫോർ വൈറ്റ്സ് ഓൺലി. അതുപോലെ ചില ഇടങ്ങളിൽ അവർക്ക് പ്രവേശനമില്ല എന്നത് കാണിക്കാൻ വേണ്ടി ഫോർ വൈറ്റ്സ് ഓൺലി, അതായത് വൈറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രം പ്രവേശനം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നീക്കുമ്പം ഇവർക്കും പ്രവേശിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ ദേ വിൽ ബി സാറ്റിസ്ഫൈഡ് എന്നാണ് പറയുന്നത്. വി കനോട്ട് ബി സാറ്റിസ്ഫൈഡ് ആസ് ലോങ് ആസ് നീഗ്രോ ഇൻ മിസിസിപ്പി കനോട്ട് വോട്ട് ആൻഡ് എ നീഗ്രോ ഇൻ ന്യൂയോർക്ക് ബിലീവ്സ് ഹി ഹാസ് നത്തിങ് ഫോർ വിച്ച് ടു വോട്ട്. അപ്പം മിസിസിപ്പിയിലെയും ന്യൂയോർക്കിലെയും നീഗ്രോകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം ഞങ്ങൾ സംതൃപ്തരാവുകയില്ല എന്നാണ് പറയുന്നത്. നോ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് and we will not be satisfied until justice rolls down like waters and righteousness like a mighty stream. ഇവിടെ ഒരു സിമിലി ഉണ്ട്, അതായത് ഒരു കമ്പാരിസൺ ഉണ്ട്. അതായത് ജസ്റ്റിസിനെ എങ്ങനെ കമ്പയർ ചെയ്തിരിക്കുന്നത്, അത് എങ്ങനെ വരുമെന്നാണ്, റോൾസ് ഡൗൺ ലൈക്ക് വാട്ടേഴ്സ്. അതുപോലെ റൈറ്റിയസ്നെസ് എങ്ങനെയാണ്, ലൈക്ക് എ മൈറ്റി സ്ട്രീം, അരുവി. അപ്പം പീപ്പിളിനെ എപ്പോഴാണോ നല്ലവണ്ണം ട്രീറ്റ് ചെയ്യുന്നത്, അവർക്ക് എപ്പോഴാണോ നല്ല റെസ്പെക്റ്റ് കിട്ടുന്നത്, അവരുടെ ഈ ഡിസ്ക്രിമിനേഷൻസും റേഷ്യൽ ഇൻജസ്റ്റിസും എല്ലാം എപ്പോഴാണോ നീങ്ങുന്നത്, then they will be satisfied. I am not unmindful that some of you have come here out of great trials and tribulations. അപ്പോൾ ഈ നോട്ട് അൺമൈൻഡ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് ഫുള്ളി അവെയർ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം റേസിസത്തിൻ്റെ ഡിസ്ക്രിമിനേഷൻ്റെ പേരിലും കഷ്ടത അനുഭവിച്ചവരാണ് ഇവിടെ ഈ ചേർന്നവരിൽ പലരും. അതുപോലെ some of you have come fresh from narrow jail cells. ഈ ഫ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റിലീസ്ഡ് ഫ്രം പ്രിസൺ. അപ്പം ഇവിടെ കൂടി ചേർന്നതിൽ കുറച്ചു പേരെല്ലാം എവിടെ നിന്ന് വന്നവരാണ്, ജയിലിൽ നിന്ന് റിലീസായി വന്നവരാണ്. ആൻഡ് some of you have come from areas where your quest for freedom left you battered by the storms of persecution and staggered by the winds of police ബ്രുട്ടാലിറ്റി. അപ്പം വേറെ കുറച്ച് പേര് എവിടെ നിന്ന് വന്നതാണ്, അവർക്ക് ആ ഫ്രീഡം വേണം എന്നുള്ള ക്വസ്റ്റ് കാരണം അവർ സ്ട്രഗിൾ ചെയ്തപ്പം എന്താ സംഭവിച്ചത്, ബാറ്റഡ്, അതായത് ഫിസിക്കലിയും ഇമോഷണലിയും അവർ വൂണ്ടായി. ബൈ ദ സ്റ്റോംസ് ഓഫ് പെർസിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർസിക്യൂഷനെ സ്റ്റോംസുമായിട്ട് കമ്പയർ ചെയ്യുവാണ്, അത് പീഡനത്തിന്. അതുപോലെ പോലീസ് ബ്രൂട്ടാലിറ്റി, ആ പോലീസിൻ്റെ വയലൻ്റ് ആയിട്ടുള്ള ആക്ഷനെ വിൻഡുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല ഫിസിക്കലി ഇമോഷണലി വൂണ്ടായിട്ടുള്ളവരാണ് ഇവിടെ വന്നതിൽ വേറെ ചിലർ.
You have been the veterans of creative suffering. Veterans means persons of long suffering. നിറയെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സഫറായ. അപ്പം അവർ എന്തിനു വേണ്ടിയാണ് സഫറായത്? അവരുടെ സൊസൈറ്റി, അവരുടെ ഒരു ബെറ്റർ സൊസൈറ്റിക്ക് വേണ്ടി, അവരുടെ സൊസൈറ്റി പ്രോഗ്രസ് ആകാൻ വേണ്ടി. ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ കണ്ടിന്യൂ ടു വർക്ക് വിത്ത് ദ ഫെയ്ത്ത് ദാറ്റ് അൺഏൺഡ് സഫറിങ് ഇസ് റിഡംപ്റ്റീവ്. അപ്പം അവർക്കെല്ലാം ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് പറയുവാണ്, കണ്ടിന്യൂ ടു വർക്ക് വിത്ത് ഫെയ്ത്ത്, ഒരു ഹോപ്പോടെ, ഒരു വിശ്വാസത്തോടെ, ഒരു പ്രത്യാശയോടെ കണ്ടിന്യൂ ടു വർക്ക്. അത് ഈ കഷ്ടപ്പാടുകളൊക്കെ ഒരു നന്മയിലേക്ക് നയിക്കും എന്ന വിശ്വാസത്തോടെ വർക്ക് ചെയ്യൂ. ഗോ ബാക്ക് ടു മിസിസിപ്പി, ഗോ ബാക്ക് ടു അലബാമ, ഗോ ബാക്ക് ടു സൗത്ത് കരോളിന, ഗോ ബാക്ക് ടു ജോർജിയ, ഗോ ബാക്ക് ടു ലൂസിയാന, ഗോ ബാക്ക് ടു സ്ലംസ്. സ്ലംസ് എന്ന് വെച്ചാൽ ചേരി. ഇതിന് മുമ്പ് പറഞ്ഞതെല്ലാം രാജ്യങ്ങളുടെ പേരുകളാണ്. ആൻഡ് ഗെറ്റോ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്ന ഒരു പാർട്ട് ഓഫ് സിറ്റിയിൽ ഒരു പർട്ടിക്കുലർ റിലീജനോ പർട്ടിക്കുലർ റേസോ ബാക്കിയുള്ളവരുമായിട്ട് ഇടപഴകാനൊക്കാതെ ഒതുങ്ങി താമസിക്കുന്നില്ലേ, അത് അവർ. ഗെറ്റോ ഓഫ് അവർ നോർത്തേൺ സിറ്റീസ് നോയിങ് ദാറ്റ് സം ഹൗ ദിസ് സിറ്റുവേഷൻ ക്യാൻ ആൻഡ് വിൽ ബി ചേഞ്ച്. അപ്പോൾ ഈ ഇടങ്ങളിലൊക്കെ പോയി നോക്കാൻ പറയുവാണ്. അവിടെ ഇപ്പോഴും ഇതേമാതിരി സഫറാകുന്ന ആളുകളുണ്ട് അവിടെ. ലെറ്റ് us നോട്ട് വാലോ ഇൻ ദ വാലി ഓഫ് ഡെസ്പെയർ. ഐ സേ ടു യു ടുഡേ മൈ ഫ്രണ്ട്സ്. പറയുവാണ്, ഹി വോണ്ട്സ് ദം ടു ഫീൽ ഹോപ്പ്. അവർക്ക് ഹോപ്പ് കൊടുക്കുകയാണ്, പ്രത്യാശ കൊടുക്കുകയാണ്. അതായത് പ്രസൻറ്റ് സിറ്റുവേഷൻ ചേഞ്ച് ആകും എന്ന് പറയുകയാണ് മാർട്ടിൻ ലൂതർ കിങ് ഇവിടെ. And so even though we face the difficulties of today and tomorrow and still have a dream deeply rooted in the American dream, I have a dream that one day this nation will rise up and live out എന്ന് വെച്ചാൽ equality for all people, the true meaning of its creed. ഇന്നല്ലെങ്കിൽ നാളെ ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന നമുക്ക് ഒരു ദിവസം എന്ത് കിട്ടും എന്ന് പറയുന്നത് ഇക്വാലിറ്റി കിട്ടും എന്ന് പറയുവാണ്. വി ഹോൾഡ് ദീസ് ട്രൂത്സ് ടു ബി സെൽഫ് എവിഡൻറ്റ് ദാറ്റ് ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ. I have a dream that one day on the red hill of Georgia, the sons of former slaves and the sons of former slave owners will be able to sit down together at the table of brotherhood. അപ്പോൾ പറയുവാണ്, ജോർജിയയിൽ എന്ത് സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിമകളുടെ മക്കളും, അതായത് അടിമ ഉടമകളുടെ മക്കളും തമ്മിൽ സാഹോദര്യത്തിൽ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വാലിറ്റി അവിടെ നിലനിൽക്കും, അല്ലെങ്കിൽ വരും എന്ന് പറയുവാണ് ഫ്യൂച്ചറിൽ. I have a dream that one day even the state of Mississippi, a state sweltering with the heat of injustice, sweltering with the heat of oppression, will be transformed into an oasis of freedom and justice. നിലവിൽ അങ്ങേയറ്റത്തെ അനീതി അനുഭവിക്കുന്ന സ്റ്റേറ്റ്സ് പോലും മരുഭൂമിയിലെ നവോന്മേഷദായകമായ മരുപ്പച്ച പോലെ, അത് റിഫ്രഷിങ് ഒയാസിസ് ഇൻ ഡെസേർട്ട്, അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും ഇടമായി മാറുന്ന ഒരു ഭാവിയാണ് ആക്ച്വലി അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. I have a dream that my 4 little children will one day live in a nation where they will not be judged by the color of their skin but by the content of their character. അപ്പം മാർട്ടിൻ ലൂതർ കിങ് പറയുകയാണ്, ഫ്യൂച്ചറിൽ നീഗ്രോ വംശജർ എങ്ങനെ ബാക്കിയുള്ളവർ അവരെ ജഡ്ജ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അവരുടെ സ്കിന്നിൻ്റെ കളറ് കാരണം ജഡ്ജ് ചെയ്യത്തില്ല, പക്ഷേ അവരുടെ സ്വഭാവ ഗുണം കാരണം ജഡ്ജ് ചെയ്യുന്ന ഒരു നേഷൻ ഫ്യൂച്ചറിൽ ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്. I have a dream today. I have a dream that one day down in Alabama, ഇനി അലബാമയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുവാണ്. വിത്ത് ഇറ്റ്സ് വിഷ്യസ് റേസിസ്റ്റ്, വിഷ്യസ് ബ്രൂട്ടൽ റേസിസ്റ്റ്, with its governor having his lips dripping with the words of interposition and nullification, one day right there in Alabama, little black boys and black girls will be able to join hands with little white boys and white girls as sisters and brothers. അതായത് അലബാമയിൽ കൂടുതലും റേസിസം കൂടുതലും നിലനിന്നിരുന്നതായിരുന്നു. അതുപോലെ ഇവിടെ ഈ ഗവർണറിന് ആരെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് വാലസ് ഓഫ് അലബാമയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു സെഗ്രിഗേഷനിസ്റ്റ് ആയിരുന്നു. അതായത് someone who agrees with the policy of segregation, സെഗ്രിഗേഷൻ്റെ പോളിസിയെല്ലാം അഗ്രി ചെയ്യുന്ന ഭയങ്കരമായിട്ട് റേഷ്യൽ ഒരു ബ്രൂട്ടൽ റേസിസ്റ്റ് ആയിരുന്നു ഈ ജോർജ് വാലസ്. അങ്ങനെ ആ റേസിസം നിലനിന്നിരുന്ന ആ അലബാമയിൽ എന്ത് സംഭവിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് ആയിട്ടുള്ളവരും വൈറ്റ് ആയിട്ടുള്ളവരും ഒരു ബ്രദർ സിസ്റ്റർ, അങ്ങനെ ഒരു നല്ല ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനൊന്നും ഇല്ലാതെ കഴിയണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. I have a dream today. I have a dream that one day every valley shall be exalted, every hill and mountain shall be made low, the rough places will be made plain, the crooked places will be made straight. അപ്പോൾ ഇവിടെ ഈ മൗണ്ടൻ ഹിൽ അതൊക്കെ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മലകളും ചരിവുകളും ഉദ്ദേശിക്കരുത്.
ഇവിടെ ഇപ്പം ഫസ്റ്റ് ലൈനിൽ തന്നെ നോക്കി, ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ എവരി വാലി ഷാൽ ബി എക്സാൾട്ടഡ്. അപ്പോൾ ഈ എവരി വാലി എന്ന് ഉദ്ദേശിക്കുന്നത് ഹു ആർ ലോ ആയിട്ട് കഴിഞ്ഞവരെല്ലാം അപ്ലിഫ്റ്റ് ആകും. അതാണ് എവരി വാലി ഷാൽ ബി എക്സാൾട്ടഡ്, അപ്ലിഫ്റ്റ് ആകും. അതുപോലെ എവരി ഹിൽ ആൻഡ് മൗണ്ടൻ ഷാൽ ബി മേഡ് ലോ, എല്ലാവരും ഈക്വൽ ആകും. ദ റഫ് പ്ലേസസ് വിൽ ബി മേഡ് പ്ലെയിൻ, ദ ക്രൂക്കഡ് പ്ലേസസ് വിൽ ബി മേഡ് സ്ട്രേറ്റ്. അതായത് റേഷ്യൽ ഇൻജസ്റ്റിസും ഡിസ്ക്രിമിനേഷനും എല്ലാം ലാസ്റ്റ് എൻഡ് ആകും, ഫൈനലി കം ടു ആൻ എൻഡ് എന്നാണ് ഈ ലൈനിൽ ഈ വരികളിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൽ ബി റിവീൽഡ്, അതായത് ഗോഡ്സ് ഡിവൈൻ പവർ വിൽ ബി ഓപ്പൺലി വിസിബിൾ ടു അസ്, അതായത് എല്ലാവരും ഈക്വൽ ആകും. ആൻഡ് ഓൾ ഫ്ലഷ് ഷാൾ സീ ഇറ്റ്. ഓൾ ഫ്ലഷ് എന്നിവിടെ ഈ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഹ്യൂമാനിറ്റി, എല്ലാ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് അവർ ഹോപ്പ് ആൻഡ് ദിസ് ഈസ് എ ഫെയ്ത്ത് ദാറ്റ് ഐ ഗോ ബാക്ക് ടു ദ സൗത്ത് വിത്ത്. അപ്പം അദ്ദേഹം പറയുവാണ്, ഇതാണ് ഞങ്ങളുടെ പ്രത്യാശ, ബിലീഫ്, അത് റേഷ്യൽ ഇക്വാലിറ്റിയും ജസ്റ്റിസും വേണം. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ ഗോ ബാക്ക് ടു ദ സൗത്ത് വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വിൽ ക്യാരി ബാക്ക് ടു ദ സദേൺ സ്റ്റേറ്റ്സ്, സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ആ സദേൺ സ്റ്റേറ്റിലും, സെഗ്രിഗേഷൻ അനുഭവിക്കുന്ന ആ സദേൺ സ്റ്റേറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യും എന്നതാണ് ഇവിടെ ഈ ലൈനിൽ ഉദ്ദേശിക്കുന്നത്. വിത്ത് ദിസ് ഫെയ്ത്ത് വി വിൽ ബി ഏബിൾ ടു ഹ്യൂ ഔട്ട് ഓഫ് ദ മൗണ്ടൻ ഓഫ് ഡെസ്പെയർ എ സ്റ്റോൺ ഓഫ് ഹോപ്പ്. അതായത് ഈ പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും, അതുപോലെ അവരുടെ എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് അവർ ഫേസ് ചെയ്യുന്ന ഈ അവസ്ഥയിൽ നിന്നും, അതാണ് മൗണ്ടൻ ഓഫ് ഡെസ്പെയർ നിന്നും അവർ എങ്ങനെ വരും, അവർ കൾട്ടിവേറ്റ് ചെയ്യും ഒരു സെൻസ് ഓഫ് ഒപ്റ്റിമിസം, ഒരു ശുഭാപ്തി വിശ്വാസം, അവർക്ക് സാധിക്കും എന്നുള്ള ആ ഒരു സെൻസ് ഓഫ് ഒപ്റ്റിമിസം അവർ കൾട്ടിവേറ്റ് ചെയ്യും എന്നതാണ് ഈ സ്റ്റോൺ ഓഫ് ഹോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇപ്പോൾ ഉള്ള ആ ഡാർക്കസ്റ്റ് അല്ലെങ്കിൽ ആ ബ്ലീക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ കാർവ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹൂ ഔട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഡിറ്റർമിനേഷനും ആക്ഷനും വഴി അവർ സാധിച്ചെടുക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് ദിസ് ഫെയ്ത്ത് വി വിൽ ബി ഏബിൾ ടു ഹ്യൂ ഔട്ട് ഓഫ് ദ മൗണ്ടൻ ഓഫ് ഡെസ്പെയർ എ സ്റ്റോൺ ഓഫ് ഹോപ്പ്. With this faith, we will be able to transform the jangling discords of our nation. Jangling discords എന്ന് വെച്ചാൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള സൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓഫ് അവർ നേഷൻ ഇൻ എ ബ്യൂട്ടിഫുൾ സിംഫണി ഓഫ് ബ്രദർഹുഡ്. അപ്പോൾ ഈ വിശ്വാസത്തോടെ അവർക്ക് ഒക്കും, അവരെ കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഈ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഈ സിറ്റുവേഷന് അവർ എങ്ങനെ അത് മാറ്റിയെടുക്കും, ഒരു ബ്യൂട്ടിഫുൾ സിംഫണി ഓഫ് ബ്രദർഹുഡ്, അതായത് ഇക്വാലിറ്റി, സമത്വം നേടിയെടുക്കും എന്നതാണ് ഈ വരികളിലൂടെ പറയുന്നത്. വിത്ത് ദിസ് ഫെയ്ത്ത് വി വിൽ ബി ഏബിൾ to work together, to pray together, to go to jail together, to stand up for freedom together, knowing that we will be free one day. And this will be the day when all of God's children will be able to sing with new meaning. My country, ഇനി അടുത്ത ഒരു patriotic song ആണ്. My country, it's of thee, sweet land of liberty, of thee I sing. Land where my fathers died, land of pilgrims pride. ഈ fathers died എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്പീക്കറിൻ്റെ ആൻസിസ്റ്റേഴ്സ്, അതായത് അന്നത്തെ കാലത്ത് ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആൻസിസ്റ്റേഴ്സിനെ ഇവിടെ ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ ലാൻഡ് ഓഫ് പിൽഗ്രിംസ് പ്രൈഡ്, അതായത് ഏർലി അമേരിക്കൻ സെറ്റിലേഴ്സിനെയും ഇവിടെ ഓർമ്മിക്കുന്നുണ്ട്. ഫ്രം എവരി മൗണ്ടൻ സൈഡ് ലെറ്റ് ഫ്രീഡം റിങ്. അപ്പം എല്ലാ മൗണ്ടൻ സൈഡിലും എന്ത് ഉണ്ടാവട്ടെ, ഫ്രീഡത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ മണി മുഴങ്ങട്ടെ എന്നാണ് പറയുന്നത് അദ്ദേഹം. ആൻഡ് ഇഫ് അമേരിക്ക ഈസ് ടു ബി ഗ്രേറ്റ് നേഷൻ ദിസ് മസ്റ്റ് ബിക്കം ട്രൂ. അമേരിക്ക ഒരു ഗ്രേറ്റ് നേഷൻ ആകണമെങ്കിൽ ഇത് സത്യമാകട്ടെ, അതായത് ഫ്രീഡം കിട്ടട്ടെ, സ്വാതന്ത്ര്യം മണി മുഴങ്ങട്ടെ എന്ന് പറയുവാണ്. ആൻഡ് സോ ലെറ്റ് ഫ്രീഡം റിങ് ഫ്രം ദ പ്രൊഡീജിയസ് ഹിൽ ടോപ്സ് ഓഫ് ന്യൂ ഹാംഷർ. ഇനി കുറേ സ്ഥലങ്ങളുടെ പേരുകൾ പറയും. ലെറ്റ് ഫ്രീഡം റിങ് ഫ്രം ദ മൈറ്റി മൗണ്ടൻസ് ഓഫ് ന്യൂയോർക്ക്, അവിടെയുള്ള നീഗ്രോസിൻ്റെ കാര്യം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു. ലെറ്റ് ഫ്രീഡം റിങ് ഫ്രം ദ ഹൈറ്റനിങ് അലഗേനീസ് ഓഫ് Pennsylvania. Let freedom ring from the snow-capped Rockies of Colorado. Let freedom ring from the curvaceous slopes of California. But not only that, അത് മാത്രമല്ല, അവിടെ മാത്രമല്ല. Let freedom ring from Stone Mountain of Georgia. Let freedom ring from mountain of Tennessee. Let freedom ring from every hill and molehill of Mississippi. From every mountain side, let freedom ring. And when this happens, when we allow freedom ring, when we let it ring from every village and every hamlet, from every state and every city, we will be able to speed up that day when all of God's children, black men and white men, Jews and Gentiles, Protestants and Catholics, will be able to join hands and sing in the words of the old Negro spiritual. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആ മണിനാദം മുഴങ്ങുമ്പോൾ, ഫ്രീ അറ്റ് ലാസ്റ്റ്, താങ്ക് ഗോഡ് ആൾമൈറ്റി, വി ആർ ഫ്രീ അറ്റ് ലാസ്റ്റ്.
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇവിടെ. I hope you are clear with this explanation, and if you feel this class useful, please share with your friends. Thank you and have a nice day.